വബറകാതുഹു. സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും പ്രശസ്ത പണ്ഡിതരുമായ അലമുൽ ഇസ്ലാം കോടമ്പുഴ ബാവ മുസ്ലിയാരെക്കുറിച്ച് സിറാജ് പ്രതിവാരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള തലമുറകളിലേക്ക് നീളുന്ന രചനാത്ഭുതങ്ങൾ എന്ന ഫീച്ചർ വായിക്കുകയാണിവിടെ. കേരളത്തിലെ പള്ളി ദർസുകളിലും ശരിയാത്ത് ദഅ്വ കോളേജുകളിലും അവലംബിച്ചു വരുന്ന പാഠ്യപദ്ധതിയുടെ സ്ഥാപകൻ കോഴിക്കോട് ഖാളിയായിരുന്ന ഖാളി ഫഖ്റുദ്ദീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. കുറ്റിച്ചിറയിലെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ദർസിലെ വിദ്യാർത്ഥിയായിരുന്നു കബീർ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ കബീർ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അബ്ദുൽ അസീസ് മഖ്ദൂം റളിയല്ലാഹു അൻഹു, സ്വഗീർ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുടങ്ങി മഖ്ദൂമുമാരുടെ രചനകൾക്കെല്ലാം ഖാളി ഫഖ്റുദ്ദീൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പാഠ്യപദ്ധതിയുടെ വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്നു. അതിനാൽ മലയാളി മുസ്ലിങ്ങളുടെ അറിവനുഭവങ്ങളിൽ കിതാബുകളായും വിശദീകരണ ഗ്രന്ഥങ്ങളായും മഖ്ദൂമുമാരുടെ രചനകൾക്ക് വലിയ ഇടമുണ്ടായിരുന്നു. അവർക്കു ശേഷം പല മലയാളികളുടെയും അറബി ഗ്രന്ഥങ്ങൾ ഈ നാട്ടിലെ മതപഠനത്തിൻ്റെ മാധ്യമമായിട്ടുണ്ട്. എന്നാൽ മദ്രസയിലെ പാഠപുസ്തകങ്ങളായും ദർസിലെ ഗ്രന്ഥങ്ങളായും മലയാളിയുടെ അറിവിനെയും കർമ്മങ്ങളെയും നിർണയിച്ചൊരു തൂലികയേ ഉള്ളൂ. അത് അബ്ദുറഹ്മാൻ ബാവ മലൈബാരി എന്ന കോടമ്പുഴ ബാവ മുസ്ലിയാരുടേതാണ്. 4.5 പതിറ്റാണ്ട് മുമ്പ് വെളിച്ചം വിതറി തുടങ്ങിയ ആ തൂലിക ജനകീയമായി ഈ സമൂഹം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 35 വർഷമെങ്കിലും പിന്നിട്ടിരിക്കുന്നു. 1946 ബാവ മുസ്ലിയാർ ജനിക്കുന്നത്. പിതാവ് മുഹമ്മദ് മുസ്ലിയാർ, മാതാവ് ബേപ്പൂർ സ്വദേശി അബ്ദുള്ള മുസ്ലിയാരുടെ മകൾ ആയിഷ. 10 വയസ്സുവരെ ഉമ്മയുടെ സ്വദേശമായ ബേപ്പൂരിലാണ് ബാവ മുസ്ലിയാർ കഴിച്ചുകൂട്ടിയത്. പ്രാഥമിക പഠനവും അവിടെ നിന്നായിരുന്നു. ശേഷം കോടമ്പുഴയിൽ സ്ഥിര താമസമാക്കി. മതരംഗത്തെ ഉപരിപഠനം പ്രധാനമായും ഉപ്പ മുഹമ്മദ് മുസ്ലിയാറിൽ നിന്ന് തന്നെയായിരുന്നു. ഉപ്പയുടെ മാവൂരിലെ ദർസിൽ 5 വർഷം പഠിച്ചു. 2 വർഷം പെരുമുഖം ബീരാൻകോയ ഉസ്താദിൻ്റെ ദർസിലും പഠിച്ചു. അത് കഴിഞ്ഞ് പ്രസിദ്ധമായ വാഴക്കാട് ദാറുൽ ഉലൂമിൻ്റെ വൈജ്ഞാനിക സമ്പന്നതയിൽ ലയിച്ചു. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരായിരുന്നു ദാറുൽ ഉലൂമിലെ പ്രധാന ഗുരുനാഥൻ. CS അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മേമുണ്ട കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, വാഴക്കാട് വീരാൻ മുസ്ലിയാർ എന്നിവരും അന്ന് ദാറുൽ ഉലൂമിലെ പ്രധാന ഉസ്താദുമാരായിരുന്നു. ഔപചാരിക പഠനത്തിന് ശേഷം വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ വൈവിധ്യം ബാവ മുസ്ലിയാർ തൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി. മുദരിസ്, ഖത്തീബ്, പ്രഭാഷകൻ, എഴുത്തുകാരൻ, സംഘാടകൻ തുടങ്ങി പല മേഖലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇതിലേതായിരുന്നു മികച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രയാസമാണ്. എന്നാൽ 10,000ങ്ങളിലേക്ക് പടർന്ന് ഒരു ജനതയുടെ ഒന്നാകെ വിശ്വാസത്തിലും കർമ്മങ്ങളിലും ശരി അടയാളപ്പെടുത്തിയും അവരുടെ ഹൃദയങ്ങളിൽ തസവുഫിൻ്റെ വെളിച്ചം പരത്തിയും അദ്ദേഹത്തിൻ്റെ രചനാ വിലാസങ്ങളാണ്. മലയാളത്തിലും അറബിയിലും തനിമ വിടാതെ മൗലികമായ രചനകൾ സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ കൈവഴക്കം വിസ്മയകരമാണ്. എന്നാൽ ഈ സർഗസിദ്ധിയുടെ സ്രോതസ്സ് ഏതാണെന്നോ പ്രചോദനം എന്താണെന്നോ ബാവ മുസ്ലിയാർ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആരുമല്ല എന്ന ഭാവത്തിൽ ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് അത് കണ്ടെത്താൻ ചരിത്രമെഴുതാൻ തുനിഞ്ഞവർക്കൊന്നും സാധിച്ചിട്ടുമില്ല. 1978 പുറത്തിറങ്ങിയ അന്ത്യപ്രവാചകരുടെ പ്രവചനങ്ങൾ എന്ന കൃതിയാണ് ആദ്യത്തെ പുസ്തകം. അറബിയും മലയാളവും ഒരേപോലെ വഴങ്ങുമെങ്കിലും അറബിയിൽ എഴുതാനാണ് കൂടുതൽ താല്പര്യം. തൃശ്ശൂർ ജില്ലയിലെ വടക്കേക്കാട് ICI കോളേജിൽ 6 മുതൽ 10 വരെയുള്ള മദ്രസ ക്ലാസ്സുകളിലേക്ക് എഴുതിയ അൽ ഖിറാഅത്തുൽ ഇസ്ലാമിയ രചനാനുഭവങ്ങളിലെ ഒരു നാഴികക്കല്ലായിരുന്നു. 1989-90 കാലഘട്ടത്തിൽ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നപ്പോൾ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് അറബി ഭാഷയിൽ തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ ഒരു ജനതയുടെ ജീവിതം നിർണ്ണയിക്കുന്ന വിധം ചരിത്രത്തിൻ്റെ ഭാഗമായി. ഈ മുന്നേറ്റത്തിൻ്റെ അണിയറയിൽ ബാവ മുസ്ലിയാർ ഏറെക്കുറെ ഏകനായിരുന്നു. ബാല്യത്തിൻ്റെ മാനസിക വ്യവഹാരങ്ങളറിഞ്ഞ ഈ ശൈലിക്ക് വേണ്ടി ഉള്ളടക്കത്തിൻ്റെ ശക്തി ഒട്ടും കുറയ്ക്കേണ്ടി വന്നില്ല എന്നത് ബാവ മുസ്ലിയാരുടെ രചനയുടെ അത്ഭുതം തന്നെയായിരുന്നു. പിന്നീട് പല പരിഷ്കരണങ്ങൾക്കും പാഠപുസ്തകങ്ങൾ വിധേയമായെങ്കിലും അതിൻ്റെയും അടിസ്ഥാനം ഈ രചനകൾ തന്നെയായിരുന്നു. 150ഓളം വരുന്ന ബാവ മുസ്ലിയാരുടെ പുസ്തകങ്ങളെയെല്ലാം ഒരു ചെറിയ കുറിപ്പിൽ വിശകലനം ചെയ്യൽ അസാധ്യമാണ്. വളരെ പ്രധാനപ്പെട്ട രചനകളിൽ ചിലത് പരാമർശിക്കുക മാത്രമാണ് ചെയ്യാനാവുക. അദ്ദേഹത്തിൻ്റെ രചനകളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഗ്രന്ഥമാണ് ഖുലാസ അൽ ഫിഖ്ഹുൽ ഇസ്ലാമിയ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സഗീറിൻ്റെ ലോകപ്രസിദ്ധ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫത്ഹുൽ മുഈനിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ രചന നിത്യജീവിതത്തിൽ അനിവാര്യമായ കർമ്മങ്ങളും ഇടപാടുകളും ലളിതമായി വിവരിക്കുന്നു. ആധുനിക കർമ്മശാസ്ത്ര സമസ്യകളുടെ
പൂരണവും ഈ ഗ്രന്ഥം സാധ്യമാക്കുന്നു. കേരളത്തിലെ ദർസ് ശരിയാത്ത് ദഅവ കോളേജുകളിൽ ഈ ഗ്രന്ഥം സിലബസിലില്ലാത്തവ വിരളമായിരിക്കും. കുട്ടികളുടെ ധൈഷണിക വളർച്ച ഉൾക്കൊണ്ട് തയ്യാറാക്കിയ മആലിമുത്തുല്ലാബ്, സക്കാത്ത്, ഇൻഷുറൻസ് തുടങ്ങി ആധുനിക സാമ്പത്തിക വിഷയങ്ങൾ ലളിതമായി ചർച്ച ചെയ്യുന്നു. മനുഷ്യോൽപത്തി, ഭാഷോൽപത്തി, പരിണാമ സിദ്ധാന്തം, ഹൈന്ദവ പുനർജന്മവാദം എന്നിവയെല്ലാം ചർച്ച ചെയ്ത് പുരോഗമിക്കുന്ന അബുൽ ബഷർ മികച്ച ഒരു ചരിത്ര ഗ്രന്ഥമാണ്. എന്നാൽ ചരിത്ര വിഷയങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ രചന സയ്യിദുൽ ബഷർ എന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. മലയാളി മുതഅല്ലിമുകൾ ഏറ്റവും അധികം അവലംബിക്കുന്ന തിരുനബി ചരിത്രം സയ്യിദുൽ ബഷറായിരിക്കും. ഖിലാഫത്തുൽ റാഷിദ, ഖിലാഫത്തുൽ ഉമവിയ്യീൻ, താരീഖുൽ ആലമുൽ ഇസ്ലാമിയ എന്നിവയും ചരിത്ര വിജ്ഞാന ശാഖയിലെ അതുല്യമായ രചനകളാണ്. തസവുഫ് വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന ശാഖയാണ്. ഈ ഫന്നിൽ കോടമ്പുഴ ബാവ മുസ്ലിയാർക്ക് നിരവധി രചനകളുണ്ട്. തസവുഫിലെ പ്രസിദ്ധ രചനകളായ കിതാബുൽ അദ്കിയ, നഫായിസുദ്ദുറർ, ജൗഹറത്തു തൗഹീദ് എന്നിവയ്ക്ക് വിശദീകരണമായി രചിച്ച റിസ്ഖുൽ അസ്ഫിയ, സഹാബുൽ സുലാൽ, അൽ അഅ്ജാസുൽ അജീബ, തഅ്ജീലുൽ ശുറൂഹ്, ബുസ്താനുസ് സബഅ, റിഹ്ലത്തുൽ അഅലാം, കിതാബുൽ ജൂദി വസ്സഖാഅ, തസ്കിയത്തുൽ വിൽദാൻ, തൻവീറുൽ വിൽദാൻ തുടങ്ങി നിരവധി കൃതികൾ ഇവിഷയകമായി അദ്ദേഹത്തിൻ്റെ സമ്പന്നമായ രചനകളാണ്. ജീവചരിത്ര ഗ്രന്ഥങ്ങൾ മനുഷ്യ മനസ്സുകളെ ആഴത്തിൽ സ്വാധീനിക്കും. ശീലങ്ങളും ഊന്നലുകളും പുനർനിർണയിക്കാൻ മാത്രം അവയ്ക്ക് കരുത്തുണ്ടാകും. അത്തരം രചനകളിലും ബാവ മുസ്ലിയാരുടെ തൂലികയുടെ ശക്തി കാണാം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്നിവരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി രചിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാന ശാഖയിൽ അതുല്യമായ സംഭാവനയായി അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഗ്രന്ഥത്തിൻ്റെ രചന പൂർത്തിയായ സമയമാണിത്. ലോകപ്രസിദ്ധവും കേരളത്തിലെ മതപഠനശാലകളിൽ സിലബസുകളിൽ ഉള്ളതുമായ തഫ്സീർ ജലാലിനിക്ക് എഴുതിയ വ്യാഖ്യാനമായ തൈസീറുൽ ജലാലിനിയാണ് അറിവന്വേഷികളുടെ കൈകളിലേക്ക് എത്തുന്നത്. 30 വള്ളികളിലായി 14,200 പേജുകളുള്ള ഈ കൃതിക്ക് പിന്നിൽ 18 വർഷത്തെ കഠിനാധ്വാനമുണ്ട്. ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്ന തലക്കെട്ടുകൾ 100-ലധികമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരമൊരു തഫ്സീർ ഗ്രന്ഥം ആദ്യത്തെ അനുഭവമായിരിക്കും. മലയാളത്തിലും പ്രത്യേക പരാമർശമർഹിക്കുന്ന നിരവധി രചനകൾ അദ്ദേഹത്തിനുണ്ട്. കാത്തിരുന്ന പ്രവാചകൻ, ഇൻഷുറൻസും ഷെയർ ബിസിനസ്സും, ഹദീസ് അർത്ഥവും വ്യാഖ്യാനവും, ജനിതക ശാസ്ത്രത്തിൻ്റെ ഇന്ദ്രജാലം, ചിന്താകിരണങ്ങൾ എന്നിങ്ങനെ ആ പട്ടിക നീണ്ടുപോകുന്നു. വിശ്വാസവും കർമ്മവും ആചാരവും അനുഷ്ഠാനവും തുടങ്ങി പോസ്റ്റ്മോർട്ടവും ക്ലോണിങ്ങും ക്രോമസോസുമെല്ലാം പ്രമേയമാക്കി അറബിയിലും മലയാളത്തിലുമായി 150ഓളം രചനകൾ. ഖലമുൽ ഇസ്ലാം എന്ന ബഹുമതി അതിയെ ശരിവെക്കും വിധം അതുല്യമായ ഈ രചനാ വിലാസം കാലങ്ങളായി സമൂഹം നേരിട്ട പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണ്. മനുഷ്യൻ നിലനിൽക്കുന്ന കാലത്തോളമുള്ള സമ്പാദ്യമാണ്. ഒരു മനുഷ്യൻ്റെ സമയം അനേകം തലമുറകൾക്ക് എങ്ങനെ ഉപകാരപ്രദമാകും എന്നതിനുള്ള സാക്ഷ്യമാണ് ഈ രചനകൾ. ബാവ മുസ്ലിയാരുടെ എഴുത്തുമുറിയുടെ ചുമരിൽ സന്ദർശകരെ കരുതി എഴുതി വെച്ച വാക്കുകൾ ഇങ്ങനെയാണ്: കുറച്ചു സംസാരിക്കുക, സമയം വിലപ്പെട്ടതാണ്, നിങ്ങളുടേതും നമ്മുടേതും. അദ്ദേഹത്തിൻ്റെ സമയനിഷ്ഠ ആ ചുമരിൽ നിന്നല്ല, അദ്ദേഹം എഴുതി തീർത്ത അതിരുകളില്ലാത്ത അറിവിൻ്റെ ആകാശത്തു നിന്നു തന്നെയാണ് നമുക്ക് അനാവൃതമാകുന്നത്. അല്ലാഹു തആല ബാവ മുസ്ലിയാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുന്ന് എഴുതി തീർത്ത രചനകളെല്ലാം മുസ്ലിം ഉമ്മത്തിന് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു വലിയ തൗഫീഖും സൗഭാഗ്യവും നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.